ഇന്ന് നമ്മൾ വന്നത് ഈ കുഞ്ഞി കട പരിചയപ്പെടുത്താനാട്ടോ. ഇവരുടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് എന്തായാലും പരിചയപ്പെടാം. അതിനകത്ത് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഇരിക്കുന്നത്, മറ്റേ കുഴക്കട്ട, ഇലയട, പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങിയത്, പിന്നെ ഒരു മുളക് ചമ്മന്തി, നമ്മുടെ ചുമന്ന ഉണക്കമുളകില്ലേ അത് ശരിക്ക് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ അവരുടെ കപ്പ 2 ടൈപ്പ് ഉണ്ട്. അവർക്ക് പാൽ കപ്പയുണ്ട്, പിന്നെ ഇതുപോലെ വേവിച്ച കപ്പയുണ്ട്. ഈ വേവിച്ച കപ്പയ്ക്ക് അത് തേങ്ങയും കറിവേപ്പിലയും മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയത്. പിന്നെ അതിന് സൈഡായിട്ട് അവർ പോത്തുകറിയാണ് കൊടുക്കുന്നത്, നല്ല അടിപൊളി പോത്തുകറി. അതൊക്കെ ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു വാസന വരും, നല്ല രസമുണ്ട്. അപ്പോൾ അവർ പോത്തുകറിയാണ് സൈഡ് കൊടുക്കുന്നത്. പിന്നെ അവർ അതിൻ്റെ കൂടെ അവരുടെ സ്പെഷ്യൽ കാന്താരി മസാല, അതൊരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് നമ്മളവരുടെ കപ്പയാണ് ആദ്യം നമ്മൾ ട്രൈ ചെയ്തത്. അപ്പോൾ അതിനവർ നമ്മളൊരു കപ്പയും ഒരു ബീഫ് കറിയും പറഞ്ഞു. കപ്പയൊക്കെ ഞാൻ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അവർ ആ മുളക് ചമ്മന്തി ഒഴിച്ചു, അതുകൂടാതെ അതിനകത്തേക്ക് ആ ബീഫിൻ്റെ കറി, അപ്പോൾ ഒരു ബീഫ് കറി നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവർ അതിനകത്തേക്ക് ഒരു ബീഫ് കറി, ഇങ്ങനെ തന്നെയാണ് അവർ അവിടെ വരുന്നവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അതിനകത്തേക്ക് തന്നെ കപ്പയ്ക്കകത്ത് കറി ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ നമ്മുടെ കൈ കിട്ടി. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാവും നോക്കാം. ബീഫൊക്കെ അടിപൊളിയായിട്ട് കുറേ കഷ്ണങ്ങളുണ്ട് കേട്ടോ. ബീഫൊക്കെ ഒരു ചുമന്ന മുളക് ചമ്മന്തി, വലിയ എരിവൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട്. കാരണം വെളിച്ചെണ്ണയുടെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇവരെല്ലാ ഐറ്റം ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലാട്ടോ, പ്യൂറായിട്ട് വെളിച്ചെണ്ണ മാത്രമേ അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഇറച്ചിയൊക്കെ നല്ല വെന്ത് നല്ല പരുവായിട്ടുണ്ട്. വെൽ കുക്കഡാണ്, വേസ്റ്റ് ഒന്നുമില്ല ഇറച്ചിയിൽ, നല്ല അടിപൊളി കഷ്ണങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഇച്ചിരി ആ മുളകും ബീഫും എല്ലാം കൂടെ വെച്ചൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതായത് ബീഫ്, അതേപോലെ ബീഫിന്റെ മസാല അടിപൊളിയാട്ടോ, നല്ല അടിപൊളി, വലിയ കുത്തൊന്നുമില്ലാതെ നല്ല രസമായിട്ട് അവരുണ്ടാക്കിയ ബീഫ്. അത് ആ കപ്പയും കൂടെ ചേർത്ത് ആ ഗ്രേവിയും കപ്പയും അതുകൂടാതെ ആ ചുമന്ന ചമ്മന്തിയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാ, രക്ഷയില്ല. നമ്മൾ ചെയ്തപ്പോൾ എന്തായാലും നല്ല പോത്തായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് വെൽ കുക്കായിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ബീഫ് കറിയൊക്കെ നല്ല നാടൻ മസാലകൾ ഉണ്ടാക്കുന്ന നല്ലൊരു ബീഫ് കറി. ഈ അച്ഛനും മകനും കൂടെ ആട്ടോ ഈ കട നടത്തുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നമ്മുടെ ഇതിരിക്കുന്ന സമയം കൊണ്ട് അവിടെ നിന്ന് കഴിച്ചവരോട് നമ്മളൊന്ന് അഭിപ്രായം പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞത് അതെ, അടിപൊളിയാണ്, കാണാനുണ്ടാവും, കൊള്ളാം, സൂപ്പറാണ്. അപ്പൊ ഇവര് അടിപൊളിയാന്ന് പറയുമ്പോൾ നമുക്കും കാടമുട്ട ഒന്ന് കഴിച്ചു നോക്കണം തോന്നി. അപ്പൊ നമ്മള് അവരോട് പറഞ്ഞൊരു സെറ്റ് കാടമുട്ട തരാൻ പറഞ്ഞു. അപ്പൊ അത് ആ ചേട്ടൻ നമുക്ക് കാടമുട്ട നമുക്കുള്ളത് സെറ്റ് ചെയ്തു. അതിന്റെ റേറ്റ് 40 രൂപയാന്ന് അവര് പറഞ്ഞു കേട്ടോ. നല്ല മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുരുമുളകിന്റെ ഒരു ഫ്ലേവറൊക്കെ വെച്ചിട്ട് ഈ സാധനം ചെയ്തേക്കുന്നത്. 6 പീസാണ് ഉള്ളത്. 6 പീസിന് 40 രൂപയാട്ടോ അവർ ഇടാക്കുന്നത്. കഴിച്ചു നോക്കാം. പെപ്പറിന്റെ ആ ഒരു ഫ്ലേവർ ഉള്ളത്, പിന്നെ മല്ലിപ്പൊടി ആ ഒരു പിന്നെ എണ്ണയും ഉപയോഗിച്ചിട്ട് ആ മസാല ഉണ്ടാക്കാനായിട്ട് അവര് നല്ല രസമുണ്ട് കഴിക്കാൻ. ചുമ്മാ കടല വറക്കി തിന്നുമ്പോൾ ഇങ്ങനെ തിന്നാം, എരിവൊന്നുമില്ല, നല്ല രസമുണ്ട്. എന്നാൽ ചെറിയ സ്പൈസി ആണെന്താനും പെപ്പറല്ല. പിന്നെ നമ്മൾ പരീക്ഷ അവരുടെ പുഴുങ്ങിയ മുട്ടയ്ക്കകത്ത് അവരുടെ ആ ചുമന്ന ചമ്മന്തി പിന്നെ
കാന്താരി ചമ്മന്തിയും വെച്ചാട്ടോ അവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാന്താരിയുടെ എരിവ് അത്രയും അങ്ങ് പറ്റാത്തത് കൊണ്ട് സാധാ ചുമന്ന ചമ്മന്തിയാട്ടോ നമ്മൾ വെച്ചത്. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, കഴിച്ചു നോക്കാം. അത് സൂപ്പറാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു ചെറിയ പുളിപ്പും ചുമന്ന മുളക് അരച്ചും നല്ല എന്താ പറയുക വെളിച്ചെണ്ണയുടെ ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ നല്ല രസമുണ്ട് കഴിക്കാൻ. അപ്പം നമ്മൾ മുട്ട കഴിക്കുന്ന ഇടയ്ക്ക് അവിടെ രണ്ടുപേരും ഇന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടും കൂടെ നമ്മൾ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ആദ്യം അവർ മൈക്കൊന്നും കുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ സമ്മതിച്ചു. വരാറുണ്ടോ അതെയോ? ആണോ? എന്നാ ഇവരുടെ നിങ്ങൾ കൂടുതൽ കഴിക്കുന്ന ഇത്? ഡെലിവറി കോവിലാണ്. കട്ടനും കപ്പയും നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് 3 മാസമായിട്ടുണ്ട്. പിന്നെ 5:30 മുതൽ രാത്രി 11 മണിയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ രാത്രി നിൽക്കും. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പയും ബീഫും പാൽക്കപ്പയും ബീഫുമാണ്. പിന്നെ തിങ്കളാഴ്ച മുതൽ പിന്നെ വേറൊരു സംഭവം ഇറക്കുന്നുണ്ട്, കപ്പ ബിരിയാണി എന്ന് പറയുന്നത്. അതും പിന്നെ കാടമുട്ട ഉണ്ട്, കാന്താരി മുട്ട, ഇലയപ്പം, കുഴക്കട്ട, പിന്നെ ചിക്കൻ ഇലയട ഉണ്ട്, പിന്നെ കപ്പ, പിന്നെ വെറൈറ്റി ഐറ്റങ്ങളുണ്ട്. പിന്നെ കട്ടലിൽ കുറേ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് ടൈപ്പ് കട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു മിന്റ് കട്ടൻ ആട്ടോ പറഞ്ഞത്. അടിപൊളിയാട്ടോ, നല്ല മിന്റിൻ്റെ ആ ഒരു ഫ്ലേവർ കപ്പ കിട്ടുന്നു. നല്ല മധുരമൊക്കെ ആയിട്ട് അടിപൊളി. ഒരുപാട് ഐറ്റംസ് നമ്മൾ വന്നിട്ട് കഴിച്ചിട്ടുണ്ടോ. എല്ലാം അടിപൊളിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാം സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. ഇപ്പോൾ കാടയാണെങ്കിൽ കാടയ്ക്കകത്ത് അവർ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് ഉണ്ടാക്കിയിട്ട് കാട വരുന്നത്. അത് 6 പീസ് വരുന്നത് 40 രൂപ. പിന്നെ അതുകൂടാതെ അവരുടെ പാൽക്കപ്പയും ബീഫും, അതുകൂടാതെ കപ്പയും ബീഫും ഉണ്ട്. പിന്നെ ഇതിനൊക്കെ സൈഡിൽ അവർ 2 ടൈപ്പ് ചമ്മന്തി വരുന്നുണ്ട്. അതിനകത്ത് ഒരു കാന്താരി അരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു. അത് നമുക്ക് എരിവിച്ച് കൂടുതലായിട്ട് നമ്മൾ എടുത്തില്ല, നമ്മൾ ചുവന്ന ചമ്മന്തി എടുത്തത്. അപ്പോൾ എരിവുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും അവർ ആ ചമ്മന്തി ഉപയോഗിക്കാം. അടിപൊളിയാണ്. പിന്നെ കട്ടൻ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിനകത്ത് ഏറ്റവും അവർ നന്നായിട്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈനാപ്പിൾ കട്ടൻ ഉണ്ട്. പൈനാപ്പിൾ കട്ടൻ അവർ ജ്യൂസ് വീട്ടിൽ നിന്ന് തന്നെ ജ്യൂസ് ഫ്രഷായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് അവർ കട്ടൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൂടാതെ എല്ലാ ഐറ്റംസും അവർ വീട്ടിൽ നിന്ന് തന്നെ മേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കഴിച്ചു നോക്കുക. കഴിക്കാത്തവരുണ്ട് ഉറപ്പായിട്ടും വന്ന് കഴിച്ചു നോക്കണം. കാരണം ചെറിയ പൈസയ്ക്ക് നല്ല ഫുഡ് നല്ല ക്വാളിറ്റിയിൽ അവർ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ മുഴുവൻ ഐറ്റം ഉണ്ടാക്കുന്നത് പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ്. പിന്നെ ഇവരുടെ കപ്പയും ബീഫും റേറ്റ് വരുന്നത് 130 റുപ്പീസും പാൽക്കപ്പയും ബീഫും 150 റുപ്പീസ്. പിന്നെ ഒരു മുട്ടയ്ക്ക് വരുന്നത് മസാല തേച്ച മുട്ട 15 രൂപയാട്ടോ അവർ ഈടാക്കുന്നത്. പിന്നെ കട്ടൻ 10 മുതൽ 15 രൂപ വരെയാണ് കട്ടൻ്റെ റേറ്റുകൾ. എല്ലാം അടിപൊളി ആയിട്ടാണ്. എന്തായാലും കഴിച്ചിട്ടുള്ള അതിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പണ്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ലൈക്ക് ഷെയറും ചെയ്തേക്കണേ. പുതിയ വീഡിയോ കാണാം. അതിലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വാ ഫുഡീസ്.